ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാണ് വിവോയുടെ S200T എന്ന് പറയുന്ന ഫോൺ. അത്യാവശ്യം നല്ലൊരു കിടിലൻ ക്യാമറ സെറ്റപ്പ്, അതായത് സൈസ് കൊളാബറേഷനുള്ള നല്ല ഒന്നാം തരം ക്യാമറയും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്ന് അറിഞ്ഞിരുന്നോ, ഇപ്പോൾ എല്ലാവരും ഒരുവിധം വിശ്വസിച്ചെടുക്കുന്നതൊക്കെ വിവോയുടെ ഫോണുകളാണ്. ഇത് മാഗണത്തിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് തോന്നിയത്. കാര്യങ്ങളെല്ലാം ഞാൻ പറയാം, കാണിക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും തീരുമാനവും തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഈ കാണുന്നതാണ് S200T എന്ന ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഫോണിന്റെ ഡിസൈനിലേക്കും എല്ലാം നമുക്ക് കൂടുതലായിട്ട് വരാം. അതിനു മുമ്പ് ബോക്സിലെ ബാക്കിയുള്ള കണ്ടന്റ് കൂടി പെട്ടെന്ന് നോക്കാം. കേസ് ഡോക്യുമെന്റേഷൻ. കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ മാച്ചിങ് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ചാർജർ 90 വാട്ടിന്റെ ചാർജറാണ്. അതേപോലെ ചാർജിങ് കേബിൾ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് വിവോയുടെ S200T. വളരെ നൈസ് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഫോൺ കയ്യിൽ തരുന്നത്. എന്തായാലും ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്നത് സീ സൈഡ് ലിലാക്ക് എന്ന് പറയുന്ന കളറാണ്. അതേപോലെ സ്റ്റെല്ലാർ ബ്ലാക്ക് എന്ന മറ്റൊരു കളർ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 7.99 mm തിക്നെസ്സേ വരുന്നുള്ളൂ. വെയിറ്റ് 205 ഗ്രാമേ വരുന്നുള്ളൂ. സീ സൈഡ് ലിലാക്ക് എന്ന് പറയുന്ന ഈ മോഡലിൽ 203 ഗ്രാമേ ഉള്ളൂ. മറ്റേ ബ്ലാക്കിനാണ് 205 ഗ്രാം വെയിറ്റ്. സോ ഇത് കുറച്ചും കൂടി ലൈറ്ററാണ്. AMOLED ഫ്ലാറ്റ് സ്ക്രീനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടും ബാക്കും ഒക്കെ ഗ്ലാസ് ഡിസൈൻ കൊടുത്തുകൊണ്ട് നല്ല നൈസ് ആയിട്ടുള്ള ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനിൽ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവോയുടെ S200T സൈസ് കൊളാബറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ക്യാമറയെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയേണ്ടത്. സോ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്നായിട്ട് നോക്കാം. മെയിൻ ക്യാമറ സാമ്പിളുകൾ ഇവിടെ കാണാം. 50 MP സൈസ് OS മെയിൻ ക്യാമറയാണ് വരുന്നത്. വിവോയുടെ ബയോണിക് സ്പെക്ട്രം ടെക്നോളജി 2.0 ഒക്കെ വരുന്നുണ്ട്. സിപ്പ 4.5 പ്രൊഫഷണൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസ്. ഇതേപോലെ തന്നെ 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ പെരിസ്കോപ്പിക് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടെടുത്ത പോർട്രേറ്റ് ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. മൾട്ടി ഫോക്കൽ സൈസ് പോർട്രേറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് പല MM ൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോകളിൽ പലതും പല MM ലാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ ടെലിഫോട്ടോ മാക്രോ ഇമേജ് എടുക്കാൻ പറ്റും. നമുക്ക് സൂം ചെയ്തുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഇമേജുകൾ എടുക്കാൻ സാധിക്കും. ഞാനെടുത്ത 1-2 ഇമേജുകളോടെ കാണാം. പിന്നെ 50 MP സൈസ് അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 32 മെഗാപിക്സലാണ്. അതിന്റെ സാമ്പിൾസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ല. വീഡിയോസ് ആണെങ്കിലും 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാം. ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് കണ്ടു നോക്കിയേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് മെയിൻ ക്യാമറ തരുന്നത്. ഇൻഡോർ ലൈറ്റിങ്ങിനകത്തും ഔട്ട്ഡോറിലും ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് നമ്മൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ അതും നമുക്ക് നല്ല വീഡിയോ ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഔട്ട്ഡോറിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇൻഡോർ നമ്മളൊരു ഹൈലൈറ്റ് മാളിനകത്ത് പോയിട്ട് ആ മാളിനകത്ത് നിന്ന് എടുത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതും സെൽഫി ക്യാമറ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ AI പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് AI ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷനിൽ വന്നിട്ട് മുകളിൽ AI കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒരുപാട് സീസൺ ആയിട്ടും മറ്റു പല രീതിയിലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതിൽ തന്നെ ഹോളി നിങ്ങൾക്ക് കാണാം. നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ തന്നെ ഒരു ഹോളി എഫക്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക. ഹോളിയുടെ ഒരു സെലിബ്രേഷൻ മൂഡ് തരുന്ന ഫോട്ടോസാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഹോളി AIGC എന്ന് പറയുന്ന ഒരു ഫീച്ചറാണത്. സോ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഇതിനകത്ത് സിറ്റി ലാൻഡ്സ്കേപ്പ് മോഡ്, AI വെതർ ഫിൽറ്റർ, അങ്ങനെ ഒരുപാട് കാലാവസ്ഥയനുസരിച്ച് മാറ്റിയൊക്കെ എടുക്കുന്ന ഫോട്ടോസ് എടുക്കുന്ന പരിപാടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിൽ ഗാലറിക്കകത്ത് AI റീടച്ച് എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ട്. ഇഷ്ടംപോലെ AI സംഭവങ്ങൾ. AI ഇറേസ് ഉണ്ട്, AI UHD ഉണ്ട്, ഇമേജ് എക്സ്പാൻഡർ വരുന്നുണ്ട്, AI കളർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ AI എഡിറ്റിംഗിന്റെ ഭാഗത്ത്, ഗാലറിയുടെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സോ അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പ്, AI ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നൈസായൊരു ക്യാമറ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ഇതിൽ നല്ല ബാറ്ററിയും ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6200 mAhന്റെ ലാർജ് ബാറ്ററിയും 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം തന്നെ നല്ല നൈസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ബാറ്ററി ലൈഫിനെ കുറിച്ച് ടെൻഷനേ വേണ്ട. പിന്നെ ഇതിന്റെ പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. MediaTekന്റെ Dimensity 9400+ ഫ്ലാഗ്ഷിപ്പ് ചിപ്പാണ് വരുന്നത്. V2 ഇമേജിംഗ് ചിപ്പും വരുന്നുണ്ട്. 3 million+ ആൻഡ്രോയിഡ് സ്കോർ ഒക്കെയാണ് അവർ പറയുന്നത്. LPDDR5X അൾട്രാ റാമാണ് വരുന്നത്. UFS 4.1 സ്റ്റോറേജ് തന്നെ വരുന്നുണ്ട്. 4500 mm ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. സോ അത്യാവശ്യം കൂളിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഉള്ള ഫോണാണ്. ഞാൻ ഗെയിമൊക്കെ ഇവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. Wi-Fi 6, 7, Bluetooth 5.4, NFC, അങ്ങനെ എല്ലാ ഘടകങ്ങളുണ്ട്. USB 2.0 ആണ് വരുന്നത്. താഴെ നിങ്ങൾക്ക് കാണാം ഡുവൽ നാനോ സിമിന്റെ സ്ലോട്ട്, മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, USB-C. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിലാണെങ്കിൽ ഒരു സ്പീക്കർ ഗില്ലും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും, ഇത്രയും കാര്യങ്ങളാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒന്നും വിഷയമില്ല, നല്ല ക്വാളിറ്റിയാണ്. സോ ഇതിന്റെ ഒരു ഓവറോൾ പെർഫോമൻസും അതിന്റെ ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. നല്ല ഡീസന്റ് ലെവൽ പെർഫോമൻസ് ആണ്. ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ പെർഫോമൻസ് പറയുമ്പോൾ UI ഒറിജിൻ വോയിസ് ഓൾറെഡി നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള UI ആണ്. യാതൊരു പ്രശ്നവുമില്ല. ഒറിജിൻ ഐലൻഡ് പോലുള്ള ഫീച്ചറൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫയലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മുകളിൽ നമുക്ക് അത് എവിടേക്കാണ് ഇടേണ്ടതെന്ന് ഏകദേശ ധാരണയിൽ കുറേ ആപ്ലിക്കേഷനുകൾ വരും. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫയലുകൾ മൂവ് ചെയ്യാൻ കുറേ സൗകര്യമുണ്ട്, സെൻഡ് ചെയ്യാൻ കുറേ സൗകര്യമുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവം ഉണ്ടോ. ജെമിനൈ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനൈ വരും. സർക്കിൾ ടു സെർച്ച് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ചെയ്താൽ ആ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. റൈറ്റിംഗ് ടൂള് നോട്ട്സിനകത്തൊക്കെ നമ്മൾ
എന്ത് റൈറ്റ് ചെയ്യണം, റൈറ്റിംഗ് ടൂളിൽ ഇഷ്ടംപോലെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ വോയിസ് റെക്കോർഡിംഗ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ വേണ്ടവർക്ക് ഉപയോഗിക്കാം. സ്മാർട്ട് കോൾ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ ട്രാൻസ്ലേഷൻ, സമ്മറി, അങ്ങനെ എല്ലാതരം AI ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ അപ്പോൾ ഓവറോൾ യൂസർ എക്സ്പീരിയൻസിലും AI ഫീച്ചേഴ്സിലും പെർഫോമൻസിലും ഒന്നും യാതൊരു ടെൻഷനും വേണ്ട. ഓവറോൾ നൈസായിട്ട് തന്നെ ഒരു ഒറിജിനൽ OS സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ് പെർഫോമൻസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസിന്റെ ഭാഗത്ത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഡ്യൂറബിലിറ്റിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ IP6869 തുടങ്ങിയ എല്ലാ റേറ്റിംഗും വരുന്നുണ്ട്. ഷോർട്ട് സെൻസേഷൻ കവർ ഗ്ലാസ് ആണ് വരുന്നത്, മെറ്റൽ ഫ്രെയിം, സാൻഡ് ബ്ലാസ്റ്റഡ് നാനോ കോട്ടിങ്ങും വരുന്നുണ്ട്. സ്മഡ്ജസ് ഒന്നും പിടിക്കാത്ത തരത്തിലുള്ള ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, സ്മഡ്ജസ് ഒന്നും തന്നെ വരുന്നില്ല, ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓഫീസ് കിറ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യം ഈ ഫോണിനകത്ത് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീംലെസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കാണുന്ന പോലത്തെ ഒരു സംഭവം, ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫയൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഹാൻഡ്സ് ഓഫ്, അതായത് നമ്മൾ ഇവിടെ ഫോണിൽ ഒരു സംഭവം കോപ്പി ചെയ്യുന്നു, അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പേസ്റ്റ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂറ്റി നോട്ട്, നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരു നോട്ട് ടൈപ്പ് ചെയ്യുകയാണ്, അതിനകത്തേക്ക് ഒരു ഫോട്ടോ വേണം, നിങ്ങൾ നിങ്ങളുടെ ഫോൺ കൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇതിനകത്ത് ആ നോട്ടിൽ ഇട്ടാൽ മതി, അത് അവിടെ കിട്ടിക്കോളും. പിന്നെ കംപ്ലീറ്റും റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഫയലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം. അങ്ങനെ ഈ ഓഫീസ് കിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്ത് സ്മൂത്തായിട്ട്, ജസ്റ്റ് ഫയൽ ഷെയറിംഗ് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ പല തരത്തിലുള്ള സർവീസുകൾ നമുക്ക് ഇതിനകത്ത് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയും. വളരെ നല്ലൊരു ഇക്കോ സിസ്റ്റം പോലെ ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ് ബെനിഫിറ്റ്. ഓഫീസ് കിറ്റ് എന്നാണ് ഈ സൗകര്യത്തിന്റെ പേര്, പ്രത്യേകം ഓർത്ത് വെച്ചു. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡിസ്പ്ലേ പറഞ്ഞില്ല, ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ഒക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. 6.67 ഇഞ്ച് വരുന്ന AMOLED ഫ്ലാറ്റ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. സെയ്സ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അതിൽ ആ ഭാഗത്തും ഒരു കളർ ആക്യുറസിക്ക് അവർ ശ്രമിച്ചിട്ടുണ്ട്. സ്ലീക്ക് ഫ്ലാറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈവൻ നനഞ്ഞ ഫിംഗർ കൊണ്ടാണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും, ഒരു പ്രശ്നവുമില്ല. ഡിസ്പ്ലേ ക്വാളിറ്റിയിലും നമുക്ക് വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. സോ അപ്പോൾ ഓവറോൾ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, എല്ലാ ഘടകങ്ങളും S200T നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല കേപ്പബിൾ ആയ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, വേറെ വിഷയങ്ങളൊന്നും കാണാനില്ല. ഇതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 59,999 ആണ്. 12 GB RAM 256 GB സ്റ്റോറേജിന്. പക്ഷേ 5,000 രൂപ ഇൻസ്റ്റാന്റ് ക്യാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ തന്നെ 54,999 ആയി. ഇതിന് മറ്റൊരു മോഡൽ കൂടിയുണ്ട്, 12 GB RAM 512 GB. അത് 69,999 ആണ്. ബട്ട് 64,999 നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന 5,000 രൂപ ക്യാഷ് ബാക്ക് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഒരു കൂപ്പൺ കോഡ് കൂടി വരുന്നുണ്ട്. ഈ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ ആദ്യത്തെ 100 പേർക്ക് ഒരു 2,000 കൂടി എക്സ്ട്രാ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ ഈ കൂപ്പൺ കോഡ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ആദ്യത്തെ 100 പേർക്കേ ഉള്ളൂ കേട്ടോ. സോ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ കൂപ്പൺ കോഡ് അടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. പിന്നെ EMI എടുക്കണമെങ്കിൽ 18 മാസം EMI ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 3,055 രൂപ പെർ മന്തേ വരുന്നുള്ളൂ. സോ വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ എല്ലാ ഘടകങ്ങളും ഞാൻ പറഞ്ഞു, പ്രൈസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3-ാം തീയതിയാണ് സെയിൽ വരുന്നത്, ഫെബ്രുവരി 3-ാം തീയതി 2026. സോ അടുത്ത മാസം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. വേണ്ടവർ ഇനീഷ്യൽ ഓഫറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ അത്രയുമാണ് S200T കുറിച്ച് മൊത്തത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ കാണാം.